ഹായ് ഗൈസ്, നമുക്കിന്ന് ഫ്രഷ് ഞണ്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കത് ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞണ്ട് നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇങ്ങനെ തിളപ്പിച്ചെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഞണ്ട് റോസ്റ്റിന്. അപ്പോൾ നമുക്ക് മൂടി വെച്ച് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 മീഡിയം സൈസിൽ ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുഞ്ഞുള്ളി, ഒരു പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു മുഴുവൻ സവാളയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചട്ടി ചൂടായതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും കുഞ്ഞുള്ളിയും അതേപോലെ തന്നെ സവാളയും നമുക്ക് ആഡ് ചെയ്യാം. വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ ഇത് വഴറ്റാൻ വേണ്ടിയിട്ട്, എന്നാലേ കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് വഴണ്ട് വരാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. നമുക്കിത് മീൻകാരൻ കൊണ്ടുവന്നതാണ് കേട്ടോ, എപ്പോഴും നമുക്ക് കിട്ടാറില്ല ഞണ്ട്. നന്നായി വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ച മണം മാറുന്നവരെ ഒന്ന് ഇളക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് മുളക് പൊടി ആഡ് ചെയ്യാം. മുളക് പൊടി ഓരോരുത്തരുടെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ടാണ് കേട്ടോ ആഡ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ കുറച്ചേ ചേർക്കുന്നുള്ളൂ. അതേപോലെ തന്നെ കുരുമുളക് പൊടിയും ആവശ്യമുള്ളവർക്ക് ആഡ് ചെയ്യാം. ഞാനിതിൽ ചേർക്കുന്നില്ല. എൻ്റെ കയ്യിലുള്ളത് അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ട് ഞാൻ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നില്ല. പൊടികളുടെ മണം മാറിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്യാം. നന്നായിട്ട് ഇളക്കുക കേട്ടോ. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ട് 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഹാഫ് കുക്കായി വന്നിട്ടുണ്ട് തക്കാളി. ഇതിലേക്ക് നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഞണ്ടിടുക കേട്ടോ. നന്നായി ഇളക്കുക. ഇതിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റി എടുക്കുന്ന ഒരു ക്രാബ് റോസ്റ്റാണിത്. നല്ല ടേസ്റ്റുമാണ്. നമുക്ക് ഈ റോസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. നന്നായി ഇളക്കിയതിന് ശേഷം 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യുക കേട്ടോ. ആവശ്യത്തിന് കറിവേപ്പില ഇടുക. നല്ലൊരു ഫ്ലേവർ തരും കേട്ടോ കറിവേപ്പിലേക്ക് ഇടുമ്പോൾ. നല്ല സ്മെല്ല് വരുന്നുണ്ട്.
അപ്പോൾ ഇത് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം.